എന്തായിരുന്നു സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം y ഈക്വൽ ടു mx പ്ലസ് c. ഇന്റർസെപ്റ്റ് ഫോം x/a പ്ലസ് y/b ഈക്വൽ ടു 1. പോയിന്റ് സ്ലോപ്പ് ഫോം y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1. നോർമൽ ഫോം x കോസ് ഒമേഗ പ്ലസ് y സൈൻ ഒമേഗ ഈക്വൽ ടു p. ഇതൊക്കെ ആയിരുന്നു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്. ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമായിരിക്കും അത്. റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ നോക്കാം. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഉണ്ടാവുക, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക 2x പ്ലസ് 3y പ്ലസ് 6 ഈക്വൽ ടു 0, 3x പ്ലസ് 8y മൈനസ് 3 ഈക്വൽ ടു 0. ഇതേ ഫോമിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇങ്ങനെയാണല്ലോ കിട്ടിയിട്ടുണ്ടാവുക. അതായത് ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താണ്? ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഈസ് ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0. ജനറൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ. നമുക്കിതിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ഇതിനെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യട്ടെ. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ആണെങ്കിൽ by ഈക്വൽ ടു മൈനസ് ax പ്ലസ് മൈനസ് c എന്ന് എഴുതാമല്ലോ. by ഈക്വൽ ടു ഈ ax ഈ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് ax ആയി, ഈ c ഈ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് c ആയി. ഇനി b കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു മൈനസ് a ബൈ b x പ്ലസ് മൈനസ് c ബൈ b എന്ന് കിട്ടി. ഇത് ഏത് ഫോമിലാണുള്ളത്? y ഈക്വൽ ടു mx പ്ലസ് c എന്ന ഫോമിലാണുള്ളത്. വേർ m ഈസ് എന്താണ്? m ഈക്വൽ ടു മൈനസ് a ബൈ b ആൻഡ് y intercept equal to minus c by b. minus c by b. ക്ലിയർ ആണല്ലോ? ഇതാണ് എക്സിൻ സ്ലോപ്പ്, ഇതാണ് y ഇന്റർസെപ്റ്റ്, ഇതാണ്. നമുക്ക് നോക്കാം. ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് നമുക്ക് മാറ്റി നോക്കാം. ഇന്റർസെപ്റ്റ് ഫോം ഇന്റർസെപ്റ്റ് ഫോമിൽ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0, ax പ്ലസ് by ഈക്വൽ ടു മൈനസ് c എന്ന് എഴുതി. ഇനി മൈനസ് c കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. ax ബൈ മൈനസ് c പ്ലസ് by ഡിവൈഡഡ് ബൈ മൈനസ് c ഈക്വൽ ടു 1 എന്ന് എഴുതി. അപ്പോൾ x ബൈ മൈനസ് c ബൈ a പ്ലസ് y ബൈ മൈനസ് c ബൈ b ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇത് ഏത് ഫോമിലേക്കായി മാറി? x ബൈ a പ്ലസ് y ബൈ b ഈക്വൽ ടു 1 എന്ന ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഇന്റർസെപ്റ്റ് ഈക്വൽ ടു മൈനസ് c ബൈ a, y ഇന്റർസെപ്റ്റ് ഈക്വൽ ടു മൈനസ് c ബൈ b. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇതിനെ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് പറയാം. ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 ആണെങ്കിൽ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് m ഈക്വൽ ടു മൈനസ് a ബൈ b ആണ്. സ്ലോപ്പ് മൈനസ് a ബൈ b. x ഇന്റർസെപ്റ്റ് എന്താണ്? മൈനസ് c ബൈ a ആണ്. ഇതാ മൈനസ് c ബൈ a. y ഇന്റർസെപ്റ്റ് എന്താണ്? മൈനസ് c ബൈ b ആണ്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ടു എക്സ് പ്ലസ് 3y മൈനസ് 2x പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റ്യൻ തന്നെ. ഇതിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്ലോപ്പ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്റർസെപ്റ്റ് ഫോം. ഫൈൻഡ് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം. നമുക്ക് നോക്കാം ഇതിന്റെ ആൻസർ എങ്ങനെയാ. നമുക്കറിയാം ax+by+c=0 ആണെങ്കിൽ സ്ലോപ്പ് എന്താണ്? -a/b ആണ്. ഇപ്പൊ 2x+3y -6=0 ആണെങ്കിൽ സ്ലോപ്പ് m എന്താണ്? സ്ലോപ്പ് m -a എന്ന് പറഞ്ഞാൽ 2/3 എന്ന് കിട്ടി. ഇനി y ഇന്റർസെപ്റ്റ് എന്താണ്? ഇന്റർസെപ്റ്റ് -c/b ആണ്. c എന്താണ്? -6/3 എന്ന് കിട്ടി. ഇനി x ഇന്റർസെപ്റ്റ് എന്താണ്? -c/, ഞാൻ ഇവിടെ എഴുതാം. y ഇന്റർസെപ്റ്റ് -6/3 എന്ന് കിട്ടി. ഇനി x ഇന്റർസെപ്റ്റ് എന്താണ്? -6/3 എന്ന് കിട്ടി. x ഇന്റർസെപ്റ്റിന്റെ ഇക്വേഷൻ -c/a ആണ്. ഓക്കെ, ഒരു ഇക്വേഷൻ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷന്റെ സ്ലോപ്പ്, y ഇന്റർസെപ്റ്റ്, x ഇന്റർസെപ്റ്റ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് സ്ലോപ്പ്. രണ്ടാമത്തെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. y = mx+c. y = mx+c. അപ്പോൾ y = m എന്താണ് കിട്ടിയത്? m -2/3 x + c എന്താണ്? c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഇന്റർസെപ്റ്റ് 2 ആണ്. y = -2/3 x + 2. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് x ഇന്റർസെപ്റ്റ്. അടുത്തത് സ്ലോപ്പ്. ഇത് എന്താണ്? ഇന്റർസെപ്റ്റ് ഫോം. അടുത്തത് ഇത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ആണ്. ഇന്റർസെപ്റ്റ് ഫോം x/a + y/b = 1 ആണ്. x/a കിട്ടിയത് x ഇന്റർസെപ്റ്റ് 3 ആണ്, പ്ലസ് y/b y ഇന്റർസെപ്റ്റ് എന്താണ്? 2 = 1. ഇതാണ് ഏത് ഫോം. ഇതിനെ പിന്നെ നിങ്ങൾ തിരിച്ച് കൺവേർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഈ ഇക്വേഷനെ ഏത് ഫോമിലേക്ക് മാറ്റി? നമ്മൾ y ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റി, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റി ഇന്റർസെപ്റ്റ് ഫോമിലേക്കും കൺവേർട്ട് ചെയ്ത് എഴുതി. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം എ ലൈൻ ആണ് പഠിക്കാനുള്ളത്. നമുക്കത് നോക്കാം. ഡിസ്റ്റൻസ്. ഇത് 0 0 ഒറിജിൻ ആണ്. ഒരു ലൈൻ ഉണ്ട്. ഇതിന്റെ ഇക്വേഷൻ ax + by + c = 0 ആണ്. ഇതിന്റെ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ്, അതാണല്ലോ ഏറ്റവും അടുത്ത ഡിസ്റ്റൻസ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒറിജിന് ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് |c/√a² + b². d = |c/√a² + b². ക്ലിയർ ആണല്ലോ? അടുത്തത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് 0 0 പകരം x1 y1 ആണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? ax + by + c = 0 ആണ്. അതിനാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? d = a × x1 + b × y1 + c divided by √a² + b². a × x1 + b × y1, ഈ x ഉം y അല്ലേ? a × x1 + b × y1 + c ഡിവൈഡഡ് ബൈ, അഥവാ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ മോഡുലസ് എടുത്തിട്ട് പോസിറ്റീവ് ആക്കണം, ഡിവൈഡഡ് ബൈ √a² + b². ക്ലിയർ ആണോ? ഇനി അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാരലൽ ലൈൻസ്. അങ്ങനെയാണെങ്കിൽ ലൈൻ ഉണ്ടാവുക, ലൈനിന്റെ ഇക്വേഷൻ ഉണ്ടാവുക. രണ്ട് ലൈനാണ് ഈ ലൈന്. ഇത് ax + by + c1 = 0 ആയിരിക്കും. അതേപോലെ ഇത് ax + by + c2 = 0 ആയിരിക്കും. ഈ c1 ഉം c2 ചേഞ്ച് ഉണ്ടാവും.
പാരലൽ ലൈൻ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് പാരലൽ ഡിസ്റ്റൻസ് d ഈക്വൽ ടു c2 മൈനസ് c1 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആണ്. c2 മൈനസ് c1 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. അഥവാ നെഗറ്റീവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോഡുലസ് എടുക്കുക. ക്ലിയർ ആണല്ലോ? നമുക്കിതാ ഈ ഡിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് ഒരു 3 പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ദി ലൈൻ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻ 2x plus 3y plus 8 equal to 0 and origin. Okay, അങ്ങനെയാണ് ആൻസർ എന്തായിരിക്കും? മോഡുലസ് ഓഫ് 8 ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4 പ്ലസ് 9 3 സ്ക്വയർ 9 പ്ലസ് 4 റൂട്ട് 13. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒറിജിൻ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 4, 5 എന്ന് ലൈനിൻ്റെ ഇക്വേഷൻ 3x മൈനസ് 2y പ്ലസ് 1 ഈക്വൽ ടു 0. ഇതാണ്. അങ്ങനെയാണ് എങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക? a ഇൻറ്റു x1 പ്ലസ് b ഇൻറ്റു y1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇൻറ്റു 4 പ്ലസ് b എന്ന് പറഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് മൈനസ് 2 സ്ക്വയർ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ ആൻസർ 3 12 മൈനസ് 10 പ്ലസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 3 സ്ക്വയർ 9 പ്ലസ് 4. അങ്ങനെയാണ് കിട്ടുക 3 ബൈ റൂട്ട് 13. ഇതാണ് ആൻസർ, 3 ബൈ റൂട്ട് 13. ഇനി അടുത്ത ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ലൈൻസ് 2x പ്ലസ് 3y പ്ലസ് 8 ഈക്വൽ ടു 0 ആൻഡ് 2x പ്ലസ് 3y മൈനസ് 6 ഈക്വൽ ടു 0. ഇതാണ് ഈ രണ്ട് ലൈനിൻ്റെ പ്രത്യേകത. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ലൈനാണ്. ഈ രണ്ട് ലൈൻ പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ നമുക്ക് പാരലൽ ലൈൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? മോഡുലസ് ഓഫ് c2 മൈനസ് c1 ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ, അല്ലെങ്കിൽ c1 മൈനസ് 8 മൈനസ് മൈനസ് 6 ഹോൾ സ്ക്വയർ 8 മൈനസ് മൈനസ് 6 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 14 ഡിവൈഡഡ് ബൈ റൂട്ട് 13. 14 ഡിവൈഡഡ് ബൈ റൂട്ട് 13. ക്ലിയർ ആണല്ലോ? അടുത്തതായി ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. കൺവേർട്ട് ദി ഇക്വേഷൻ root 3x plus y minus 8 equal to 0 in normal ഫോമിലേക്ക്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നത് ഏതൊക്കെ ഫോമിലേക്കായിരുന്നു കൺവേർട്ട് ചെയ്ത്? സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കുമാണ് കൺവേർട്ട് ചെയ്തത്. ഇത് നോർമൽ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്നത് റൂട്ട് 3x പ്ലസ് വൈ ഈക്വൽ ടു 8 എന്ന് എഴുതി ഞാൻ എല്ലാ ടേമിനെയും റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. a റൂട്ട് 3 b 1 ആണ് ഈക്വൽ ടു 3 പ്ലസ് 1 ഈക്വൽ ടു 4 ഈക്വൽ ടു 2. അതായത് 2 കൊണ്ട് ഞാൻ ഈ എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യും. അപ്പോൾ റൂട്ട് 3 ബൈ 2 എക്സ് പ്ലസ് 1 ബൈ 2 വൈ ഈക്വൽ ടു 8 ബൈ 2. ക്ലിയർ ആണല്ലോ? റൂട്ട് 3 ബൈ 2 എക്സ് പ്ലസ് 1 ബൈ 2 വൈ ഈക്വൽ ടു 8 ബൈ 2 4 ആണ്. ഇത് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി യുമായി കമ്പയർ ചെയ്യുക. എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് എക്സ് ഇവിടെ ഉണ്ട്. കോസ് ഒമേഗ റൂട്ട് 3 ബൈ 2 സൈൻ ഒമേഗ 1 ബൈ 2 എന്നും കിട്ടും. പി ഈക്വൽ ടു 4 എന്നും കിട്ടും. പി ഈക്വൽ ടു 4. കോസ് ഒമേഗ റൂട്ട് 3 ബൈ 2 സൈൻ ഒമേഗ 1 ബൈ 2 അതേതാണ് വാല്യൂ? നിങ്ങൾക്കറിയാം കോസ് 30 റൂട്ട് 3 ബൈ 2 ആണ്, സൈൻ 30 1 ബൈ 2 ആണ്. അതുകൊണ്ട് ഒമേഗ നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. നോർമൽ ഫോം എന്തായിരുന്നു? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി ആണ്. എക്സ് ഇൻറ്റു കോസ് 30 ഡിഗ്രി പ്ലസ് വൈ ഇൻറ്റു സൈൻ 30 ഡിഗ്രി ഈക്വൽ ടു 4. ഇതാണ് നോർമൽ ഫോമിലേക്ക്
കൺവേർട്ട് ചെയ്ത്. ഇത് നോർമൽ ഫോമാണ്. അപ്പം ഞാൻ ഇന്ന് എടുത്തത് കൺവേർഷനാണ് എടുത്തത്. ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ. ജനറൽ ഇക്വേഷൻ ഓഫ് ലൈൻ അറിയെങ്കിൽ നമുക്ക് സ്ലോപ്പ് പെട്ടെന്ന് എഴുതാൻ പറ്റും. സ്ലോപ്പ് -a/b ആണ്. എക്സ് ഇൻ്റർസെപ്റ്റ് -c/a ആണ്. വൈ ഇൻ്റർസെപ്റ്റ് -c/b ആണ്. ഇനി അതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും ഇൻ്റർസെപ്റ്റ് ഫോമിലേക്കും നോർമൽ ഫോമിലേക്കും കൺവേർട്ട് ചെയ്ത് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഫ്രം ലൈൻ ഇത് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇതിൽ ചെയ്യാൻ ബാക്കിയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതാണ്. ഇതുവരെ എടുത്ത സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. +1 ഇംപ്രൂവ്മെൻ്റ് എക്സാം അല്ലെങ്കിൽ +1 പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ.